വൈകുന്നേരത്തേക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അതൊന്ന് ഉരുകി വരുന്ന നേരം കൊണ്ട് ഞാനിവിടെ 1 ഗ്ലാസ് പച്ചരി പുതിർത്താൻ വെച്ചിരുന്നു കേട്ടോ. നേരത്തെ വെച്ചതാണ്. അതിനിപ്പോൾ അത് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം. പച്ചരിയിലേക്ക് ഞാനിപ്പോൾ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ നല്ല ജീരകയില്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു സ്പൂണ് ചോറ് ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ. അതിനോട് കാണിക്കാൻ വിട്ടുപോയതാണ്. 1 ടേബിൾ സ്പൂണാണ് കേട്ടോ. ഈ ഒരു സ്പൂണിനാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പോൾ അത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമ്മളെ ശർക്കര അവിടെ നിന്ന് ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് അടിച്ച് വെച്ച ഈ ഒരു മാവിലേക്ക് നമ്മൾ ശർക്കര ഒഴിച്ച് മിക്സാക്കി എടുക്കുക. പിന്നെ പാകത്തിൽ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ നിങ്ങൾ വിചാരിക്കും ശർക്കരൻ്റെ കളർ എന്താണ്? ശർക്കര ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്തിരുന്നു കേട്ടോ. ശർക്കരൻ്റെ പാത്രത്തിലേക്ക് ജാറ് കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുത്തതാണ്. അത് അരി അടിച്ച വെള്ളമില്ലേ, അത് ഒഴിച്ചു കൊടുത്തതാണ്. അതാണ് കളർ കാണുന്നത്. അപ്പോൾ എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനിപ്പോൾ നല്ലോണം ഒന്ന് ചുവന്ന് വരുന്ന സമയത്ത് നമ്മൾ തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. രണ്ടും കൂടി മിക്സാക്കി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചുവന്ന് വരുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു മാവ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നമ്മളെ ഈ ഒരു കുക്കറിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ ചുവന്നുള്ളിയൊക്കെ നല്ലോണം ഒന്ന് ചുവന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചുവന്ന് വരുന്ന സമയത്ത് തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മളെ അരിമാവിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ലൈക്ക് അടിക്കാൻ മറന്നു പോകരുതേ. ഇപ്പം നല്ലോണം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. അധികം തിളയ്ക്കണ്ട. ഒന്ന് സൈഡിൽ കൂടി ഒന്ന് തിള വരുന്ന സമയത്തൊന്ന് നമുക്ക് ഇതിൻ്റെ കുക്കറിൻ്റെ മൂടി ഇട്ട് കൊടുക്കാം. വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് എളുപ്പത്തിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. കുക്കറിൻ്റെ മൂടി ഇടുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ വിസിൽ ഊരി വെക്കണം കേട്ടോ. എന്നിട്ട് ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അടിയിൽ തട്ട് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം നമ്മളെ കുക്കറപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക കേട്ടോ. ഇനി അടുത്ത പുതിയ വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും.